ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നാടെങ്ങും വർണ്ണാഭമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ നാടെങ്ങും വർണ്ണാഭമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശോഭായാത്ര ഏറെ ആകർഷകമായിരുന്നു. പെരുവാമ്പയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ വാദ്യമേളവും നിശ്ചല ചലന ദൃശ്യങ്ങളും ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഗോപികാ നൃത്തവും അകമ്പടി സേവിച്ചു. ക്ഷേത്രത്തിൽ ഗോപികാ നൃത്തവും ഉറിയടിയും നടന്നു. നാടിൻ്റെ നാനാദിക്കുകളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെ ഘോഷയാത്രാ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് പ്രമുഖ പ്രഭാഷകൻ VK സുരേഷ് ബാബു സാംസ്കാരിക പ്രഭാഷണം നടത്തി. ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകളും പായസദാനവും നടന്നു. കുട്ടികൾ ഒത്തുചേർന്ന ഉടൻ തന്നെ ഇതെടുക്കുന്നു, മൊബൈൽ കളിക്കുന്നു. ഇന്നലെ ഞാനൊരു അമ്മയെ കാണുന്നത് വല്ലാത്തൊരു ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു. അമ്മയെ കാണുന്നത് ആ അമ്മയുടെ മകൻ മിനിഞ്ഞാന്ന് രാത്രി ആത്മഹത്യ ചെയ്തു. കേവലം 19 വയസ്സുള്ള കുട്ടിയാണ്. 19 വയസ്സുള്ള കുട്ടി ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണവുമില്ല. വള്ളത്തോളിന്റെ വരിയാണ്. ഇഷ്ടംപോലെ പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന കൃഷ്ണൻ അമ്പാടിയിലെ ചങ്ങാതിമാരൊത്തിരിക്കുന്ന പുഷ്പങ്ങളോടൊത്തിരിക്കുന്ന കൃഷ്ണൻ. നിങ്ങളുടെ മക്കൾക്ക് കൂട്ടുകാരുമായിട്ടുള്ള ആർദ്രതയെ വളർത്തിയെടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ കുട്ടികളെല്ലാം പുഷ്പങ്ങളല്ലല്ലോ, ഇപ്പൊ ഗെയിമല്ലേ, മൊബൈൽ ഗെയിമാണ്. മൊബൈൽ ഫോണിൽ വാങ്ങിക്കൊടുക്കുന്ന ആ പണം പോലെ തന്നെ നിങ്ങളുടെ സമയം കൊടുക്കണം. മനസ്സാണ്. കളഭം തരാം ഭഗവാനൻ മനസ്സും തരാം. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.